ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്കോ സിനിമ കണ്ടു. അപ്പം കണ്ടിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ്. പടം എങ്ങനെ ഉണ്ടെന്ന് മൊത്തത്തിൽ ചോദിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു അടിപ്പടമാണ് മാർക്കോ. നല്ല രീതിയിൽ തന്നെ വയലൻസും ഈ സിനിമ അവർ എന്ത് പറഞ്ഞാണോ ഇറക്കിയത് അത് എല്ലാം ഈ പടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കഴിവതും 18 വയസ്സിന് മുകളിലുള്ളവർ തന്നെ ഈ പടം കാണുക. പിന്നെ അത് ജഗദീഷ് ആണെങ്കിലും അടിപൊളി, സിദ്ദിഖ് ആണെങ്കിലും കൊള്ളാം. ഉണ്ണിമുന്തൻ്റെയൊക്കെ ഫൈറ്റ് അടിപൊളി, ഫൈറ്റ് കൊറിയോഗ്രാഫി ഭയങ്കര അടിപൊളിയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മേക്കിങ്ങിലൊന്നും ഒരൊറ്റ വിട്ടുവീഴ്ച പോലും എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ചെയ്തിട്ടില്ല. എന്താണോ വേണ്ടത് അതെല്ലാം ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കഥയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇതിൻ്റെ അകത്തെ വില്ലൻ്റെ പേര് എനിക്കറിയത്തില്ല. ആ വില്ലൻ അടിപൊളി എന്നുവെച്ചാൽ വയലൻസ് എന്താണ് എന്ന പടത്തിൽ കാണിച്ചത് ആ വില്ലനാണ് മെയിനായിട്ട് കാണിച്ചേക്കുന്നത്. വില്ലന് കണ്ണിച്ചോര പറയുന്ന സാധനമില്ല, അതുപോലെ നല്ല ബ്രൂട്ടലായിട്ട് തന്നെയാണ് വില്ലൻ്റെ കഥാപാത്രത്തിനകത്ത് അത് അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുമുണ്ട്. ആകെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് ക്ലൈമാക്സ് ആണ്. എന്ന് വെച്ചാൽ ക്ലൈമാക്സ് കുറച്ചുകൂടെയൊക്കെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി. പിന്നെ വില്ലന്മാരുടെ കാര്യം പറയുമ്പം മെയിൻ വില്ലൻ അടിപൊളിയാണ്. പിന്നെ ഷമി തിലകൻ്റെ മോൻ ആദ്യമായിട്ട് അഭിനയിച്ച പടമാണിത്. പുള്ളിയുടെ കഥാപാത്രം അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയണം ഇതിനകത്ത് ഉണ്ണിമുകുന്ദൻ എടുത്തേക്കുന്ന എഫേർട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഫൈറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത്. ടെക്നിക്കൽ സൈഡൊക്കെ അടിപൊളി സാധനമാണ് ഈ പടത്തിൻ്റെ. നെഗറ്റീവ് പറയാനായിട്ട് ഒന്നുമില്ല. പിന്നെ ഫസ്റ്റ് ഹാഫിൽ കുറച്ചൊക്കെ ചിലപ്പോൾ ലാഗ് അടിക്കും. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ അങ്ങനെയൊന്നുമില്ല. മൊത്തത്തിൽ നല്ലൊരു അടിപൊളി പടമാണ്. പിന്നെ ചിലരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് സലാറൊക്കെ ഭയങ്കര വയലൻസാണ് എന്നുള്ള രീതിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിക്കുന്നവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ ആ സലാറ് കണ്ടപ്പം എനിക്കത്ര വയലൻസ് ഒന്നും തോന്നിയില്ല. പക്ഷേ ആ പറഞ്ഞവരൊക്കെ ഈ പടം ഒന്ന് കണ്ടു നോക്കുക, ഇതാണ് വയലൻസ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പടത്തിൽ കട്ട വയലൻസ് ഉണ്ട്. ഞങ്ങൾ പോയ തിയേറ്ററിലാണെങ്കിലും ഫുൾ ഹൗസ്ഫുള്ളായിരുന്നു. ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം തോന്നുന്നു അങ്ങനെ ഒരു പടം കാണുന്നത് ഹൗസ്ഫുള്ളായിട്ട്. ഇത്രയൊക്കെ ഉള്ളൂ. അതായത് ആക്ഷൻ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആണെങ്കിൽ എന്തായാലും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. പിന്നെ വയലൻസും ചോര കണ്ടാൽ പേടിക്കുന്നവരൊക്കെ ആണെങ്കിൽ കഴിവതും ടിക്കറ്റ് എടുക്കാതിരിക്കുക. അല്ലാത്തവർക്ക് ഈ പടമൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇനി ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അത് കുറച്ചൊക്കെ സ്പോയിലർ വരും. അതുകൊണ്ട് കഴിവതും കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് സിനിമ കണ്ടവർ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതായത് ഇതിനകത്ത് ജഗദീഷൊക്കെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തന്നെ പേടിയാവുന്നു, എന്നെ കൊണ്ട് ഇത് എന്തൊക്കെയാ ചെയ്യിക്കുന്നെന്നുള്ളത്. പുകവലി മദ്യപാനമൊക്കെ പോട്ടെ, അതിൻ്റെ അപ്പുറമുള്ള ചില കാര്യങ്ങൾ പുള്ളി ഈ പറഞ്ഞത് എന്താ, അതായത് പുള്ളിയെ കൊണ്ട് ഏതാണ്ടൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ടെന്നൊക്കെയാണ് പുള്ളി ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള രീതിയൊന്നും ഈ പടത്തിൽ ഏതായാലും ഇല്ല. പുള്ളിനകത്തൊരു വില്ലനാണ് എന്നല്ലാതെ ഭയങ്കര ബ്രൂട്ടലായിട്ട് പുള്ളി ഒരു കാര്യവും ചെയ്യുന്നില്ല. പുള്ളി ആകെ ഇത് ചെയ്യുന്ന 2-3 ഇടി ഏതോ ഒരുത്തിന് കൊടുക്കുന്നതല്ലാതെ ഇതിനകത്ത് പുള്ളി വേറെ ഒരു ഇത് കാണിക്കുന്നില്ല. പിന്നെ പറയാനുള്ളത് ക്ലൈമാക്സ് ആണ്. ശരിക്കും പറഞ്ഞ് ഇതിനകത്ത് വയലൻസ് കാണിച്ചത് ആ വില്ലൻ മാത്രമാണ്. അതായത് ഉണ്ണിമുന്തൻ്റെ കുടുംബത്തോട് ചെയ്തതൊക്കെ നല്ല അടിപൊളിയായിട്ട് ബ്രൂട്ടലായിട്ടാണ് എല്ലാവരെയും കൊന്നതാണെങ്കിലും എല്ലാം. പക്ഷേ അങ്ങനെ കൊന്ന ഒരാളെ ഉണ്ണിമുകുന്ദൻ വന്ന് കൊന്നപ്പം ജസ്റ്റ് കഴുത്ത് വെട്ടിയാൻ കളഞ്ഞു. അങ്ങനെ കളഞ്ഞപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കാണുന്നവർക്ക് തോന്നിയില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കതിലും തോന്നിയില്ല. അതായത് കുറച്ചുകൂടെയൊക്കെ ക്രൂരമായിട്ട് ആ വില്ലനെയും വേണമെങ്കിൽ കൊല്ലായിരുന്നു. അതുകൂടെ ആയിരുന്നെങ്കിൽ കാണുന്നവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ വന്നേനെ. അപ്പം ആ ഒരു സാധനം കൂടെ സെറ്റാക്കിയായിരുന്നെങ്കിൽ ക്ലൈമാക്സ് അടിപൊളിയായിട്ട് പോയേനെ. പിന്നെ എന്തിനു വേണ്ടിയാണ് മാർക്കോ 2 എടുത്ത് വെച്ചേക്കുന്ന ഈ ഒരു സാധനം കൊണ്ട് കുളവാക്കരുത് മാർക്കോ 2 എടുത്ത്. പിന്നെ പടം കണ്ടപ്പം തോന്നിയത് ഇത്രയും വയലൻ്റായ ഉണ്ണിമുകുന്ദനെയാണ് വെറും പേനക്കത്തിയോ എന്താണ്ടൊരു ചെറിയൊരു കത്തി കൊണ്ട് മറ്റേ നിവിൻ പോളി കൊന്നു കളഞ്ഞതെന്ന് ആലോചിക്കുമ്പം ആണ് ആകെ ഒരു വിഷമം. പക്ഷേ ഈ പടം കഴിഞ്ഞിട്ടാണ് മിഖായൽ ഇറങ്ങിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അതിനകത്ത് നമുക്ക് കുറച്ച് ഫൈറ്റൊക്കെ കാണായിരുന്നു മിഖായലിനകത്തെ അവർ തമ്മിലുള്ള. പിന്നെ ഫസ്റ്റ് ഹാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ അത്ര വലിയ വയലൻസ് ഒന്നുമില്ല. ആകെ ഒരു മറ്റേ ഇൻ്റർവെൽ ബ്ലോക്കിലുള്ളൊരു ഫൈറ്റ്. ആണെങ്കിലും വലിയ വയലൻസ് അല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഇതേ ഉള്ളൂ. പിന്നെ ഇൻ്റർവെൽ കഴിഞ്ഞങ്ങോട്ട് വയലൻസ് ഉണ്ട്. അവരുടെ വീട്ടിൽ, സത്യം പറഞ്ഞാൽ ആ ഒരു വീട്ടിലുള്ള ആ ഒരു വയലൻസ് ഇതിനകത്ത് മെയിനായിട്ടുള്ളൂ. അല്ലാതെ ഭയങ്കര ഇതായിട്ടൊന്നും മൊത്തത്തിൽ ഇല്ല. പക്ഷേ വീട്ടിൽ വെച്ചുള്ളത് നല്ലതാണ്. എനിക്ക് ആകെ നെഗറ്റീവായിട്ട് തോന്നിയത് ആ ക്ലൈമാക്സിൽ മെയിൻ വില്ലിനെ കൊന്നത് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. പിന്നെ മറ്റേ ജഗദീഷ് പറഞ്ഞ പോലെ പുള്ളി വലിയ കാര്യമൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തോന്നിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പം നിങ്ങൾ കണ്ടാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. കാണാത്തവർ ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഓക്കെ, ബൈ.